ഇനി എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. വന്നോളൂ. നിക്കടാ, എന്താണ് ഇത്ര ധൃതി? പെണ്ണിനെ പരിചയപ്പെടുത്തട്ടെ. അല്ല, അതെല്ലാവർക്കും അറിയാലോ. എന്നാലും പെണ്ണിനെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തണം, അതാണ് അതിന്റെ ശരി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചിട്ട് പോരെ. മിണ്ടായിടോ, നീ പരിചയപ്പെടുത്ത്. ഈ നിക്കണ എന്റെ മോള് മാളുവാണ് വധു. കല്യാണം കൊട്ടാരം വീട്ടിൽ വെച്ച് തീയതിയും മുഹൂർത്തമൊക്കെ എല്ലാവരെയും ഞങ്ങ അറിയിക്കും. ഇങ്ങനൊരു കല്യാണം ഈ നാട്ടിൽ നടന്നു കാണത്തില്ല. അത്രയ്ക്ക് പൊടി പൊടിച്ച് നടത്തും എന്റെ മോക്കട കല്യാണം. എന്റെ മോളെ വല്യമ്മാവ എന്നോട് ക്ഷമിക്കണം. ഇത് ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു. പറയാതിരുന്നത് പേടിച്ചിട്ടാ. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുകയില്ലല്ലോ. ഇനി എന്നെ കൊന്നാലും ശരി, ഞാനത് പറയും. ഇനിയും ഞാൻ പറയാതിരുന്ന അത് ഞാൻ വല്യമ്മാവനോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. വല്യമ്മാവ, അമ്മുവിന് ഇത്രയും നാൾ വന്ന കല്യാണാലോചനകൾ ഓരോന്നായി മുടങ്ങിപ്പോയില്ലേ? മുടക്കിയതാരാന്നറിയോ? ഇപ്പൊ അമ്മുവിന്റെ കല്യാണം നടക്കുന്നതായപ്പോ ആ ചെറുക്കൻ മാളുവിന്റെ ചെറുക്കനായത് എങ്ങനെയാണെന്നറിയോ? ഇനിയും ഞാൻ പറയണോ? എനിക്കതിനുള്ള ശക്തിയില്ല. എങ്കിലും ഞാൻ പറയാം. വല്യമ്മാവനെ ചതിക്കുകയായിരുന്നു. ഇത്രയും നാൾ വല്യമ്മാവനെ ചെറിയമ്മാവൻ ചതിക്കുകയായിരുന്നു. എന്താടാ പറഞ്ഞത്? എന്റെ അനിയനെ ചതിച്ചെന്നോ? അതെ, കൊന്നുകളയും ഞാൻ. കൊന്നോളൂ. പക്ഷേ കൊല്ലുന്നതിന് മുമ്പ് ഒന്നോർക്കണം. ചതിക്കാനല്ലായിരുന്നെങ്കിൽ കല്യാണ പെണ്ണാന്നും പറഞ്ഞ് മാളുവിനെ പരിചയപ്പെടുത്തിയതെന്തിനാ? അത് ഇത്രയും പേരുടെ മുമ്പിൽ കൊട്ടിഘോഷിച്ചെന്തിനാ? കൊട്ടാരം വീട് സ്ത്രീധനമായി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ ആ റാസ്കൽ പ്രേമേന്ദ്രനും ഇതിൽ കൂട്ടുനിന്നു. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. എന്റെ അനിയൻ എന്നെ ദ്രോഹിക്കില്ല. എന്തിനാണ് അവൻ എന്നെ ദ്രോഹിക്കുന്നത്? ഇനിയും മനസ്സിലായില്ലെങ്കിൽ അതും പറയാം. അമ്മുവിന് വേറൊരു അവകാശി വന്നില്ലെങ്കിൽ പിന്നെ ഈ സ്വത്തുക്കൾക്ക് മുഴുവൻ ഒറ്റ അവകാശിയേ ഉള്ളൂ. അത് ചെറിയമ്മാവനാ. ഏറ്റു ശകലം ഓവറായി പോയോ എന്നൊരു സംശയം. കറക്റ്റായിരുന്നു. അതെ. അപ്പൊ അമ്മുവിന്റെ കാര്യം ഞങ്ങൾ ഏറ്റെന്ന് പറഞ്ഞില്ലേ? പിന്നെ അല്ല, ചേട്ടൻ എന്ത് പണിയാണ് ഈ കാണിച്ചത്? ദേ, അവിടെ എല്ലാവരും ചേട്ടനെ ചോദിക്കണ്. എന്തു പറ്റി ചേട്ടാ? എന്താ ചേട്ടാ? നിനക്ക് എന്റെ സ്വത്തുക്കൾ വേണം. പറയടാ, നിനക്ക് എന്തൊക്കെയാ വേണ്ടത്? കൊട്ടാരം വീടാ, അതോ ഈ വീടാ? എന്റെ സമ്പാദ്യങ്ങളാ? എന്താ നിനക്ക് വേണ്ടത്? ചേട്ടൻ എന്താണ് ഈ പറയണത്? എന്ത് ചോദിച്ചാലും ഞാൻ തരാം. എനിക്കുള്ളതെല്ലാം ഞാൻ തരാം. പക്ഷെ എന്റെ മോള്, അവളെ കണ്ണീര് കുടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കൂല. അതിന് ശ്രമിച്ചവരെ ഒന്നിനെ ഞാൻ വെറുതെ വിടുകയില്ല. ചേട്ടൻ എന്താണ് പറ്റിയത്? വേണ്ടാ, ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. എല്ലാം നമുക്ക് അവസാനിപ്പിക്കാം. ഈ കൂട്ടുകച്ചവടം നമുക്ക് അവസാനിപ്പിക്കാം. എന്റെ മോളെ ഇനി ഉപദ്രവിക്കാൻ വന്നാലുണ്ടല്ല. ഇയാൾക്ക് എന്താണ് വട്ടളയ്യ? അല്ല, അളിയന് ഇതൊരു കാര്യം മനസ്സിലായില്ലേ? കൊട്ടാരം വീട് മാളൂന് സ്ത്രീധനമായി കൊടുക്കുന്ന കാര്യം നമ്മ തമ്മിൽ ഇന്നലെ സംസാരിച്ചില്ലേ? അതറിഞ്ഞപ്പോ മുതലുള്ള ഏനക്കേടായത്. എന്ത് കാര്യത്തിന് ഒറ്റ കെട്ടായി നിന്നിട്ട് ഈ ഒരു നിസ്സാര കാര്യത്തിന് ഇങ്ങനെ കാണിച്ച ഒട്ടും ശരിയായില്ല. എടോ, തനിക്ക് കൊട്ടാരം വീട് വേണം. എന്നേക്കാ വലുത് എനിക്ക് അതാണെങ്കിലേ താൻ എടുത്തോടോ. അതിലും വലുത് എനിക്ക് എന്റെ മകളാ. താനെന്താണ് മോനെ വെച്ച് സംസാരിക്കണത്? എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. വേണ്ടാ, ഇനിയും നിന്റെ ഈ അഭിനയം എന്നോട് വേണ്ട. നിന്നെ ഞാൻ ശരിക്കും മനസ്സിലാക്കി. താൻ എന്ത് മനസ്സിലാക്കിയെന്നാണ്? നീ വിചാരിച്ച എന്റെ മോൾ ഇരുന്നു പോവുകയൊന്നുമില്ല. അവക്കടെ കല്യാണം നടക്കും. ഇനി ഞാൻ ചതിക്കുഴിയിൽ ഇറങ്ങൂലടാ. ഇനി നിനക്കെന്നെ ചതിക്കാൻ സാധിക്കൂലടാ. താൻ എന്താണ് പറഞ്ഞത്? ഞാൻ തന്നെ ചതിച്ചെന്ന ഓക്കത്തരം പറയരുതും. പറയണോ, ഞാൻ എങ്ങനെയാണ് ചതിച്ചേ? താനെന്നെ തല്ലിയില്ലേ?
എനിക്ക് സങ്കടമില്ലടോ. പക്ഷെ താൻ പറഞ്ഞില്ലേ തന്നെ തന്റെ മോളെ ഞാൻ ചതിച്ചെന്ന്, അത് ഞാൻ സഹിക്കൂലടോ. ഇങ്ങനത്തെ ഒരുത്തനെ ആണല്ലോടോ ഞാൻ ചേട്ടാന്നും വിളിച്ച് ഇത്രയും നാളും പുറകെ നടന്നത്. പുല്ലേ, എന്താണ് നോക്കി നിൽക്കുന്നേ? ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോണം. ഇനി ഒരു നിമിഷം ഈ നായിന്റെ മുന്നിലൂടെ കഴിഞ്ഞുകൂടാ. മാറോ, പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ കേട്ടോടാ. നീ ഇപ്പൊ വിളിച്ചു പോയില്ലേ, ആ കല്യാണം നടക്കാൻ പോകില്ല. എന്റെ മോളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് ഇവിടെ ഒരു കല്യാണം നടക്കൂല, നടത്താൻ ഞാൻ സമ്മതിക്കൂല. ഞാൻ പറഞ്ഞ ദിവസം നിശ്ചയിച്ച അതേ മുഹൂർത്തത്തില് ഇവൻ എന്റെ മോളെ കഴുത്തി താലി കെട്ടും. എന്റെ മോടെ കല്യാണം മുടക്കിയിട്ട് തന്റെ മോടെ കല്യാണം നടത്തുമെന്ന എടോ, അനിയമ്പാവ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നടക്കുകയല്ലടോ. അതിന് ചേട്ടമ്പാവ ഒന്നുകൂടി ജനിക്കണം. താൻ മാത്രമല്ല ഇവനും. എടാ, വല്ല വല്ല വാക്ക് കേട്ടിട്ട് എന്നെ എന്റെ മോളെ ചതിക്കാൻ നോക്കിയാലുണ്ടല്ല, നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തിനെ ഒന്നിനെ ഞാൻ വെച്ചേക്കത്തില്ല. ഒന്ന് കുഴിച്ചുകൂടെ എല്ലാത്തിനെയും ഞാൻ. നിനക്കറിയില്ല അനിയമ്പാവ ആരാണെന്ന്. അത് നമുക്ക് നോക്കാവടാ. അനിയമ്പാവയാണോ ചേട്ടമ്പാവയാണോ വലുതെന്ന് ഇനി ആരെങ്കിലും ഒരാളെ മതി. അതേടോ, ഇനി ഒരാള് മതി. അതാരാണെന്ന് നമുക്ക് കാണാം. ആ, കാണാം. ഇനി എന്താ ചെയ്യേണ്ടത്? എന്താ നിന്റെ തീരുമാനം? അവന് അമ്മൂനെ കല്യാണം കഴിക്കണം, അതല്ലേ അതിന്റെ ശരി. അതുമല്ല, ഞാൻ അമ്മൂന്റെ അച്ഛന് വാക്ക് കൊടുത്തതാ. ഇല്ല, ഞാനിവിടെ പോയി കൊടുത്തത് എന്താ ചാക്കോ? ഇവൻ മാണുവിനെ കെട്ടണമെന്നാ എന്റെ അഭിപ്രായം. അപ്പൊ ഞാൻ കൊടുത്ത വാക്കിന് എന്താ വില? കൊട്ടാരം വീട്ടുകാർ വാക്ക് തെറ്റിച്ച ചരിത്രമില്ല. ഞങ്ങൾ ചെമ്പകശ്ശേരിക്കാർ ഒട്ടും തെറ്റിക്കില്ല. ഓ, ഒരു ചെമ്പ്രശ്ശേരിക്കാര് കൊട്ടാരം വീട്ടുകാരുടെ വാലെ കെട്ടാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ? പിന്നെന്തിനാ ഇവിടെ വലിഞ്ഞു കയറി വന്ന് താമസിക്കുന്നത്? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവിടെ നിന്നിട്ട് തലയ്ക്ക് സൗകര്യം എന്നിട്ടാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. എല്ലാവരും കൂടി ഭ്രാന്ത് പിടിപ്പിക്കും. വേഗം വാ.